ഇനിയിപ്പോ തിരിച്ച് കംബാക്ക് വരുമ്പോ എങ്ങനത്തെ ക്യാരക്ടേഴ്സ് ചെയ്യണമെന്ന് ആഗ്രഹം? കുറച്ചുകൂടെ നല്ല ബോൾഡായിട്ട് നല്ല പെർഫോം ചെയ്യാനായിട്ടുള്ള ക്യാരക്ടേഴ്സ്. ഓൾറെഡി പറഞ്ഞു നായികയാവണ്ട. നായികയാവണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനും മാത്രമുള്ള ഒരു കോൺഫിഡൻസ് എനിക്ക് ഇല്ല എന്നുള്ളത് തന്നെയാണ് സത്യം. എനിക്കറിയില്ല നായികയായിട്ടൊക്കെ ചെയ്യാൻ. പക്ഷെ എനിക്ക് തോന്നുന്നു ഇപ്പൊ സത്യം പറഞ്ഞാല് നായിക എന്നൊന്നുമില്ല, എനിക്ക് സപ്പോർട്ടിങ് ക്യാരക്ടേഴ്സിനെ കുറച്ചുകൂടി നല്ല ഇമ്പോർട്ടന്റ് നല്ല ഇത് ചില സിനിമകളൊക്കെ കാണുമ്പോൾ ഞാനിങ്ങനെ ആലോചിക്കും ആ ക്യാരക്ടർ എനിക്ക് ചെയ്യാൻ പറ്റിയത് എന്നൊക്കെ ഞാൻ വിചാരിക്കാറുണ്ട്. പിന്നെ ഇനി അന്ന് രാത്രിയൊക്കെ ചിലപ്പോൾ ഉറങ്ങാൻ പറ്റില്ല. ഇതൊക്കെ ഇങ്ങനെ ആലോചിച്ചാൽ ഒരു നല്ല സിനിമ കണ്ടു കഴിഞ്ഞാൽ എനിക്ക് ചില ദിവസങ്ങളിലൊക്കെ എനിക്ക് ഭയങ്കര ഡിസ്റ്റർബ് ആവും. പക്ഷേ എനിക്ക് ഒരു ക്യാരക്ടർ ചെയ്യാൻ പറ്റിയിരുന്നെങ്കിലേ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അങ്ങനെ നല്ല നല്ല സപ്പോർട്ടീവ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് ചെയ്ത് സപ്പോർട്ടീവ് ക്യാരക്ടേഴ്സിന് എന്നും സ്ഥാനമുണ്ട് സിനിമയിൽ. ഈ നായികയ്ക്കാണ് എപ്പോഴും ടൈം ലിമിറ്റ് ഉള്ളത്. പുതിയ ആൾ വരുമ്പോൾ പഴയ ആൾ മാറുക തന്നെ ചെയ്യും. പിന്നെ ഈ പറയുന്ന ആൾക്ക് വേറെ റൂട്ടുകൾ അത് ഇവിടെ ഇങ്ങനെ കിടക്കുന്നുണ്ട്. മെയിൻ സ്ട്രീമിൽ നിന്ന് ആൾക്കാർ ഒന്നില്ലെങ്കിൽ സപ്പോർട്ടീവ് ആക്ട്രസ് ആയിട്ട് പോകും, അല്ലെങ്കിൽ സീരിയലിലേക്ക് പോകും. ഇതിങ്ങനെ ഒരു റൂട്ടായിട്ട് കിടക്കുന്ന ഒരു സാധനമാണ്. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് നല്ല ക്യാരക്ടേഴ്സ് ചെയ്യാൻ പറ്റിയാൽ നന്നായിരുന്നു. അല്ല, ഇപ്പൊ നായികയായി അഭിനയിച്ച സമയത്ത് അതുകൊണ്ട് ഞാൻ ചോദിക്കുക, അതായത് അയ്യോ ഞാൻ നായികയായിട്ടല്ല അഭിനയിച്ച, ഇനിയിപ്പോ സപ്പോർട്ടിങ് ക്യാരക്ടേഴ്സ് അങ്ങനെ എന്തെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ പണ്ട് എപ്പോഴെങ്കിലും? സിനിമയായിട്ട് കാണാൻ തുടങ്ങുമ്പോൾ അതിന്റെ വ്യത്യാസം മനസ്സിലാവും. അന്ന് ഞാൻ സിനിമയിൽ നിൽക്കുമ്പോൾ എൻ്റെ ഇതിൽ നായികയായിട്ട് തന്നെ അഭിനയിക്കണം, നായികയായിട്ട് അഭിനയിക്കണം, എല്ലാത്തിനും നായിക. അന്ന് ആ ഒരു പ്രായത്തിന്റെ അനുസരിച്ചിട്ടാണ്. പക്ഷെ സിനിമ എന്താണെന്നുള്ളത് ഇപ്പോഴാണ് മനസ്സിലാവുന്നത്. അതിന് അതിൻ്റെതായിട്ടുള്ള ഒരു സീരിയസ്നെസ് ഉണ്ട്, അതിന് അതിൻ്റെതായിട്ടുള്ള ഒരു റെസ്പെക്ട് ഉണ്ട്. ആക്ച്വലി ആ ഒരു രീതിയിൽ കാണുമ്പോൾ സിനിമയുടെ ഒരു ഭാഗമാവുക എന്ന് പറയുന്നത് തന്നെയാണ് ഏറ്റവും വലിയ കാര്യം. അപ്പം നല്ല ക്യാരക്ടേഴ്സിന് വേണ്ടി വെയിറ്റ് ചെയ്യും. ഇപ്പൊ ഏത് റോള് വന്നാലും ചെയ്യും, ഇഷ്ടമാണ് ഏത് റോളും. എനിക്ക് നല്ലൊരു സിനിമ നല്ലൊരു ഡയറക്ടർ വന്നു കഴിഞ്ഞാൽ ഉറപ്പായും ചെയ്യും. അതെ. ഇനിയിപ്പോ ഞാൻ ചോദിക്കാൻ വരുന്നത്, ഇപ്പോ ഹേമ കമ്മീഷൻ റിപ്പോർട്ടിനെ കുറിച്ച് കേട്ടിട്ടുണ്ടായിരിക്കുമല്ലോ? കേട്ടിട്ടുണ്ടായിരിക്കുമല്ലോ എന്തായാലും. അപ്പോൾ ഇപ്പോൾ ഹേമ കമ്മീഷൻ റിപ്പോർട്ട് പുറത്ത് വിടണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിനെ കുറിച്ച് എന്താ പറയാനുള്ളത്? ഇപ്പൊ ജ്യോതി അഭിനയിച്ച സമയത്തൊക്കെ ഇങ്ങനെ ഈ ഫീൽഡിൽ ഇങ്ങനത്തെ പ്രശ്നം ഓൾറെഡി കമ്മീഷൻ പറയുന്നത് ഫിലിം ഫീൽഡിലുള്ളവര്, അതായത് ഈ സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങളെ കുറിച്ചിട്ടാണല്ലോ പറയുന്നത്. അപ്പൊ ആ സമയത്ത് അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? എപ്പോഴും എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഈ ഒരു സിനിമയിലേക്ക് എന്നല്ല ഏതൊരു ഫീൽഡിൽ വരുമ്പോഴും സ്ത്രീകൾ നേരിടുന്ന ഏറ്റവും വലിയൊരു പ്രശ്നം തന്നെയാണ് ഈ പറയുന്ന പ്രശ്നങ്ങൾ. അതിൽ നമ്മൾ ചൂസ് ചെയ്യുന്ന വഴികളാണ് എപ്പോഴും. സിനിമ 3 ഘട്ടം ഉണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്, 3 തരത്തിലായിട്ട്. നല്ല സിനിമകൾ, ഒരുവിധം മീഡിയം സിനിമകൾ, ലോക്കൽ സിനിമകൾ, ഇങ്ങനെ 3 തട്ട് തന്നെയുണ്ട്. ഇതിൽ വരുന്ന വഴി നമ്മൾ ചൂസ് ചെയ്യുന്ന സിനിമകളുടെയും ആളുകളുടെയും ഇതനുസരിച്ചിരിക്കും നല്ല സിനിമയിൽ പോയി അഭിനയിക്കുക. എനിക്കറിയില്ല കേട്ടോ, നല്ല സിനിമകളുടെ ആളുകൾ സിനിമയായിട്ട് കാണുന്ന ആൾക്കാർക്ക് അതൊരു ജോലിയാണ്, അത് കംപ്ലീറ്റ്. അതിൻ്റെ ഇടയിൽ വേറെ ഒന്നിനെ കുറിച്ചിട്ടുള്ള ചിന്തകളും ഉണ്ടാവില്ല. അവർ ആ സിനിമ കഴിയുന്നവരെ നന്നായിട്ട് തന്നെ ആയിരിക്കും. അല്ലാതെ ഇതിനു വേണ്ടി മാത്രം സിനിമ എടുക്കുന്ന ആൾക്കാരാണെങ്കിലാണ് ഇമാതിരി പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുള്ളൂ. അപ്പോൾ എങ്ങനെയും സിനിമ കിട്ടിയാൽ മതി എന്തും തയ്യാറായിട്ട് വരുന്ന ഒരുപാട് പേരുണ്ടാവും. അവർക്ക് ഉറപ്പായിട്ടും ഇങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഒക്കെ ഉണ്ടാവും. അങ്ങനെയുള്ള കുറേ പേരെ വെച്ചുകൊണ്ട് മാത്രം സിനിമ മൊത്തത്തിൽ ഇതാണ് എന്ന് വിശ്വസിക്കേണ്ട ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. സിനിമ എല്ലാ ഇതിനെ പോലെ തന്നെ അതൊരു ജോലി തന്നെയാണ്. ആ ജോലി ഏറ്റവും പെർഫെക്റ്റ് ആയിട്ട് ചെയ്യുന്നത് വരെ അതിന് നല്ല റിസൾട്ട് വരില്ല. അപ്പോൾ അത് അങ്ങനെ സീരിയസ് ആയിട്ട് കാണുന്ന ആൾക്കാരുടെ അടുത്തൊന്നും ഇങ്ങനെയുള്ള എക്സ്പീരിയൻസ് ഒന്നും ഉണ്ടാവില്ല. ഇപ്പൊ ഈ റിപ്പോർട്ടിലാണെങ്കിലും ചില പേരുകൾ, ചില പേജസ് ഒന്നും പുറത്തു വിടരുത് എന്ന് പറഞ്ഞിട്ടുണ്ട്. ശരിക്കും അതൊരു നല്ല കാര്യം തോന്നിയിട്ടുണ്ട്. കാരണം നമ്മളൊരു റിപ്പോർട്ട് പഠിച്ച് അത് പുറത്ത് വിടുമ്പോൾ എല്ലാ കാര്യങ്ങളും പുറത്തുണ്ട്. അത് ചെയ്തത് ആരാണെന്നോ എല്ലാം അറിയണമല്ലോ. അങ്ങനെ ഒരു പെർട്ടിക്കുലർ ആയിട്ടുള്ള പേര് മാത്രം പുറത്ത് വിടരുത് എന്ന് പറയുന്നത് വിടണ്ടെന്ന് പറയേണ്ട ആവശ്യമൊന്നുമില്ല. എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും പറയേണ്ട കാര്യം തന്നെയാണ്. അതിനകത്ത് ഹൈഡ് ചെയ്യേണ്ട ഇതൊന്നുമില്ല. ഈ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളെല്ലാവരും പുറത്ത് വരുന്നത് വരെയാണ് എന്താ പറയുക, പുറത്ത് വന്നില്ലെങ്കിൽ നമ്മളെല്ലാവരും മാന്യന്മാരാണ്. പുറത്ത് വരുമ്പോഴാണല്ലോ ഇത്രയും നാളും ഉണ്ടാവുന്ന ഇമേജൊക്കെ പൊളിയുന്നത്. അപ്പം ചില ആൾക്കാരുണ്ട് എല്ലാം ഒപ്പിക്കാനുള്ളതൊക്കെ ഒപ്പിച്ച് വെച്ച് കഴിഞ്ഞിട്ട് ഞാൻ നല്ല ആളാണെന്നും പറഞ്ഞിട്ട് മറ്റുള്ളവരുടെ അടുത്ത് വന്നിട്ട് എനിക്കറിയാവുന്ന കുറേ ആളുകൾ ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ. ഞാനിങ്ങനെ പേഴ്സണലി ഇതായിട്ട് പറഞ്ഞല്ല, കുറേ കുരുത്തക്കേടുകൾ കാണിക്കുന്ന സ്ത്രീകളെയും അല്ലെങ്കിൽ ഫ്രണ്ട്സ് കാണുകയൊക്കെ ചെയ്യുമ്പോൾ ഞങ്ങളിങ്ങനെ പരസ്പരമൊക്കെ പറയും, എന്തൊരു നന്നായിട്ടാണ് സംസാരിക്കുന്നത് എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടല്ലോ. ഇതൊക്കെ ഭയങ്കര എന്താ പറയുക, അതിനൊക്കെ എങ്ങനെ പറയേണ്ടതെന്ന് എനിക്കറിയില്ല. സോ അങ്ങനെ പേടിക്കേണ്ട ആവശ്യം, നമ്മൾ എന്ത് ചെയ്യുമ്പോഴും അതിൻ്റെ കോൺസിക്വൻസസ് നേരിടാൻ തയ്യാറായിട്ട് വേണം ഒരു കാര്യത്തിന് ഇറങ്ങിത്തിരിക്കേണ്ടത്.
പിന്നീട് വിഷമിച്ചിട്ട് കാര്യമില്ല. ഇപ്പോൾ ജ്യോതിക്കാണ് ഇങ്ങനെ ഒരു മോശമായിട്ടുള്ള ഒരു അനുഭവം ഉണ്ടായെന്ന് വിചാരിക്കുക, അപ്പോൾ അത് ഓപ്പണായിട്ട് തുറന്നു പറയും. ഞാൻ ഒരിക്കൽ എനിക്ക് ഒരു പ്രശ്നം ഉണ്ടായിട്ട് ഈ പറയുന്ന പോലെ തന്നെ അമ്മ അസോസിയേഷനായിട്ട് ബന്ധപ്പെട്ട് അത് പക്ഷെ മോശമായിട്ടുള്ളതെന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല, എൻ്റെ അടുത്ത് സംസാരിച്ച രീതി എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. അതാണ് ഉണ്ടായത്. ഒരു സിനിമയുടെ ഇത് കമ്മിറ്റ് ചെയ്യുകയും എൻ്റെ മെഷർമെൻറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് കോസ്റ്റ്യൂമർ എൻ്റെ വീട്ടിലേക്ക് വരാമെന്ന് പറയുകയും ചെയ്തു. അപ്പോൾ ആ കോസ്റ്റ്യൂമർ എൻ്റെ വീട്ടിലേക്ക് വരാൻ ആ പുള്ളിക്കാരൻ തയ്യാറാണ്. പക്ഷേ ഈ സിനിമയുടെ പ്രൊഡക്ഷൻ കൺട്രോളർ പുള്ളി അതിൽ കയറി അങ്ങ് ഇടപെട്ടു. കാരണം ഹീറോ വർക്ക് ചെയ്യുന്ന സിനിമയുടെ, അതായത് ഞാൻ കമ്മിറ്റ് ചെയ്ത സിനിമയുടെ ഹീറോ ആ പുള്ളിക്കാരൻ ഒരു ലൊക്കേഷനിലുണ്ട്. അത് വേറെ ഏതൊരു സിനിമയാണ്. ആ സിനിമയുടെയും പ്രൊഡക്ഷൻ കൺട്രോളർ ഈ ചേട്ടനായിരുന്നു. അപ്പം എന്നോട് പറഞ്ഞു ആ ലൊക്കേഷനിലേക്ക് വരാൻ പറഞ്ഞു മെഷർമെൻറ്റ് എടുക്കാനായിട്ട്, കാരണം ഹീറോ അവിടെ അല്ലേ. അപ്പം എന്നോട് വരാൻ പറഞ്ഞു. ഞാനന്ന് വലിയ സംഭവമൊന്നുമല്ല. അപ്പം ഞാൻ ചോദിച്ചു അതെന്തിനാ ചേട്ടാ ഞാൻ ആ ലൊക്കേഷനിലേക്ക് വരണം, എനിക്ക് ആ ഒരിക്കലും അറിയാത്തൊരു ടീമല്ലേ അത്. അപ്പം ഞാൻ പറഞ്ഞു ആ ചേട്ടൻ കോസ്റ്റ്യൂമർ ചേട്ടൻ ഇങ്ങോട്ട് വരാമെന്ന് പറഞ്ഞല്ലോ, പിന്നെന്താന്ന് പറഞ്ഞു. അപ്പോൾ പുള്ളിക്ക് ഈഗോ അടിച്ച്. അങ്ങനെയോ ഞാൻ ഇവിടെ പ്രൊഡക്ഷൻ കൺട്രോളറായിട്ടിരിക്കുമ്പോൾ ഞാൻ പറയണല്ലേ നടക്കേണ്ടതെന്ന് പറഞ്ഞൊരു സാധനം. അപ്പം ഞാൻ ഡയറക്ടറിനെ വിളിച്ചു. ഞാൻ പറഞ്ഞു ചേട്ടാ അതെന്താ ഇങ്ങനെയൊക്കെ പറയണത്, ഞാൻ എന്തിനാ അവിടെ പോണതെന്ന് ചോദിച്ചു. അല്ല ജ്യോതി അവിടെ പോകേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഒരു ക്ലാഷ് വന്നു. അപ്പോൾ പുള്ളി എൻ്റെ അടുത്ത് സംസാരിച്ച രീതി എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. അങ്ങനെ ഞാനത് പറഞ്ഞു. അപ്പം രസം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത് വിട്ട് കളയേണ്ട കാര്യം ഉണ്ടായിരുന്നുള്ളൂ. ഈ സിനിമയുടെ ഡയറക്ടർ പറഞ്ഞു ഞങ്ങളത് ഫെഫ്കയ്ക്ക് കൊടുക്കാൻ പോവാണ് കംപ്ലൈൻറ്റ് ഈ പുള്ളിക്കാരനെതിരെ. അപ്പോൾ ജ്യോതിയും കൂടി ഒരു കംപ്ലൈൻറ്റ് തന്നാലേ അതിന് സ്ട്രോങ് ആവുള്ളൂ എന്ന് പറഞ്ഞു. ഒന്നും അറിയില്ലേ. ഞാൻ പറഞ്ഞു ആ ശരി ഞാനും വരാമെന്ന് പറഞ്ഞു. വന്നു കഴിഞ്ഞപ്പോൾ എൻ്റെ കംപ്ലൈൻ്റ് ആയി ഫസ്റ്റ് നിൽക്കുന്ന സാധനം. ഭയങ്കര പ്രശ്നമായി. അത് ആക്ച്വലി സംസാരിച്ച് തീർക്കാവുന്ന കാര്യം ഉണ്ടായിരുന്നുള്ളൂ. എനിക്ക് ഇങ്ങനെ പുള്ളിക്കാരനെ ഹേർട്ട് ചെയ്യണം എന്നുള്ള ഒരു ഇതും ഉണ്ടായിരുന്നില്ല കേട്ടോ സത്യമായിട്ടും. പിന്നെ അയാൾ സംസാരിച്ച രീതി ഇച്ചിരി വിഷമം ഉണ്ടാക്കി. അതൊരു പേഴ്സണലി എനിക്കിതായി. പിന്നെ പുള്ളിയെ 6 months സസ്പെൻഡ് ചെയ്തു. എന്തോ ഫാമിലിയിലൊക്കെ എന്തോ പ്രശ്നമായി എന്നൊക്കെ പറഞ്ഞാൽ അതിൻ്റെ വേറെ വേർഷനിലേക്ക് വന്നു കഥ. പുള്ളിയുടെ റൂമിലേക്ക് എന്നെ വിളിച്ചു എന്നൊക്കെ ആയിട്ടുള്ള കഥയൊക്കെ പിന്നെ പുറത്ത് വന്നപ്പം അങ്ങനെയൊന്നും ഒരിക്കലും ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല. അതാണ് എനിക്ക് വിഷമമായത്. അപ്പം ഞാൻ പറഞ്ഞു ഞാൻ പുള്ളിക്കാരൻ്റെ വൈഫിനെ വിളിച്ച് സംസാരിക്കട്ടെ, കാരണം ഇതൊക്കെ എൻ്റെ കയ്യിൽ നിന്ന് പോയി, കംപ്ലീറ്റ് പോയി. ഞാൻ കൊടുത്ത കംപ്ലൈൻറ്റും അതൊന്നും ആയിരുന്നില്ലേ. വന്നു കഴിഞ്ഞപ്പം വേറെ ന്യൂസ് പുറത്തോട്ട് വന്നു കഴിഞ്ഞപ്പം അത് കഴിഞ്ഞിട്ട് പക്ഷെ പിന്നെ ആ പുള്ളിയുടെ കൂടെ ഞാൻ വർക്ക് ചെയ്യുകയും ചെയ്തു. വേറെ പ്രൊഡക്ഷൻ പുള്ളി തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷെ പുള്ളി ഭയങ്കര ഗൗരവം. അപ്പം എനിക്ക് എക്സ്പീരിയൻസ് വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ കംപ്ലൈന്റ് ഒക്കെ ചെയ്തിട്ടുണ്ട്. ചെറിയൊരു സാധനം പുറത്തെത്തിയപ്പോൾ വലുതായി, വളരെ വലുതായി. ഈ ഫേക്ക് ന്യൂസ് ഇല്ലേ, ഫേക്ക് ന്യൂസ്, അതായത് ഇപ്പൊ ന്യൂസ് വേറെ ആയിരിക്കും പക്ഷെ പുറത്തെത്തുമ്പോ അത് കുറച്ച് വലുതായി വരും. അതിനെ കുറിച്ച് ആഘോഷിക്കാനല്ലേ എല്ലാവർക്കും ഇഷ്ടം. അതല്ലേ ഏറ്റവും ഇഷ്ടമുള്ള കാര്യം. നമ്മൾ ഒരാള് ഞാനൊരു ചെറിയ ക്യാമ്പയിൻ നടത്തി, ഒരു പൂച്ചക്കാളി പോലും അറിഞ്ഞില്ല എന്നുള്ളതാണ്. സോറി ചാലഞ്ച് സലിം കുമാറിനോടൊക്കെ പറഞ്ഞത് ഒക്കെ കണ്ടിരുന്നത്. ഞാൻ എന്തിനാ അത് ചെയ്തതെന്നറിയോ? പേർപ്പസ്ഫുള്ളി ചെയ്തതാണ്. ഞാൻ അത് ചെയ്യുമ്പോൾ തന്നെ ഞാൻ അരുണോട് പറഞ്ഞു ഞാനൊരു നല്ല കാര്യം ചെയ്യാൻ പോവാണ്, ഇത് ആരും തിരിഞ്ഞു നോക്കൂല, നോക്കിക്കോ എന്ന് പറഞ്ഞു. അതേപോലെ തന്നെ ഇതൊരു മനുഷ്യൻ തിരിഞ്ഞു നോക്കിയില്ല. അന്നേരം ആ സ്വർണ്ണക്കടത്തിന്റെ കേസ് ഒന്ന് നോക്കിയാൽ അറിയാത്ത ചാനലുകാരുണ്ടായിരുന്നില്ല. എത്ര സ്ഥലത്ത് വന്നെന്നറിയോ? ഉള്ള മഞ്ഞപത്രമാണ് മൊത്തം ഇത് റിപ്പോർട്ട് ചെയ്യുന്നത്. പക്ഷെ ഞാൻ ആ ഒറിജിനൽ എൻ്റെ പോസ്റ്റ് ഇട്ട് കഴിഞ്ഞപ്പം ഈ പറയുന്ന എല്ലാ നല്ല ചാനൽസും വന്നിട്ട് ആ ന്യൂസ് ഷെയർ ചെയ്തു. അതിനൊക്കെ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് കേട്ടോ. അവരോടൊക്കെ ഏഷ്യാനെറ്റ്, മനോരമ, ഇത് എല്ലാവരും വന്നിട്ട് ഇത് ചെയ്ത് വന്നു. അപ്പം ഈ ഒരാളിനെ കുറിച്ചിട്ടുള്ള നെഗറ്റീവാണ് ഇന്നത്തെ ഏറ്റവും മനസ്സിന് സന്തോഷം നൽകുന്ന ഒരു കാര്യം മറ്റൊരാൾക്ക്. അങ്ങനെ ആയി. അപ്പം ഒന്നും ചെയ്യാനില്ല. എവിടെ പോകുമ്പോഴും എന്ത് ചെയ്യുമ്പോഴും ഇപ്പം വാ തുറക്കുമ്പോൾ തന്നെ നമ്മൾ ഇതിനകത്ത് ഞാൻ എന്തൊക്കെ പറഞ്ഞുള്ളത് എന്തൊക്കെ രീതിയിൽ പുറത്ത് വരുന്നുള്ള എനിക്ക് സത്യം നിങ്ങളായിരിക്കില്ല അത് റിപ്പോർട്ട് ചെയ്യുന്നത്, വേറെ ചാനലുകാരാണ് എടുത്തിട്ട് ഇത് ചെയ്യണത്. ഇതിൻ്റെ താഴെ വന്ന് കുറേ തെറിവിളി ഉണ്ടാവും. പിന്നെ എന്താ പറയാ, കുറേ കാര്യങ്ങൾ ഇങ്ങനെ ചകഞ്ഞെടുത്ത് അതിനെക്കുറിച്ച് ഇതിനെക്കുറിച്ച് എന്തൊക്കെ പറയുന്നവർ പറയും, എല്ലാവരും ചെയ്യാനില്ല. അഭിനയിക്കുകയാണെങ്കിൽ തന്നെ ഏത് ഡയറക്ടറിന്റെ കൂടെ അഭിനയിക്കണം എന്ന് ആഗ്രഹം? പുതിയ ആൾക്കാരുടെ കൂടെ, പുതിയ ആൾക്കാരുടെ കൂടെ. അവർ ഭയങ്കര ക്രിയേറ്റീവാണ്, ഭയങ്കര രസമായിട്ടുള്ള ഇതൊക്കെയാണ്, പരീക്ഷണങ്ങൾ ചെയ്യുന്നുണ്ട്. കൂടുതലും അവർ ഭയങ്കരമായിട്ട് സിനിമയെ ഫോക്കസ് ചെയ്യുന്നതായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. അവരുടെ കൂടെ വർക്ക് ചെയ്യണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട്. ഒരുപാട് ഓഫറുകൾ കിട്ടട്ടെ. വിചാരിച്ച പോലെ തന്നെ ഞങ്ങൾ ഇനി കംബാക്കിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അങ്ങനെ തന്നെ ആവട്ടെ. അതെ, അപ്പൊ എന്തായാലും അടിപൊളിയാവട്ടെ. നമുക്ക് ഇനിയും കാണാം. ആയിക്കോട്ടെ. താങ്ക് യു സോ മച്ച്.